നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശം നയനയും ചന്തമോളെ കൊണ്ട് ബീച്ചിലും പാർക്കിലും അങ്ങനെ എല്ലാം പോയി ചുറ്റിയടിക്കുവാണ്. പോയി ചുറ്റിയടിക്കുക മാത്രമല്ല കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ചന്തമോൾക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ചന്തമോളെ അങ്ങനെ രണ്ടുപേരും കൊഞ്ചിക്കുവാണ്. അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അതൊക്കെ നവിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു ചന്തമോൾക്ക്. ചന്തമോളുടെ ഈ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനും നയനയ്ക്കും അതിലേറെ സന്തോഷമായിരുന്നു. കാരണം ചന്തമോള് ജനിച്ച പിന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകുന്നത്. കാരണം ഇതുപോലെ പാർക്കിലോ ബീച്ചിലൊന്നും അനേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുൻപ്. അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ ചന്തമോളുടെ മുഖത്തും ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യണം, ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓമന ചേച്ചിയുടെ ഫോണിലേക്കും നയന അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് ഫോട്ടോസും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓമന ചേച്ചി നേരെ അതും കൊണ്ട് അനഘയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അനഘയുടെ അടുത്ത് എന്നിട്ട് ഇതേ മോളെ നീ ഇത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനഘയുടെ മുഖത്തിന് നേരെ അത് ഫോൺ പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ദേ മോളുടെ കുഞ്ഞു കണ്ടോ എത്ര സന്തോഷത്തിലാന്ന് നോക്കി ചന്തുമോള്. അവളുടെ അച്ഛന്റെ അടുത്ത് അവള് ഹാപ്പിയാന്ന് പറയണ. ശരിക്കും അത്രയും വലിയൊരു വീട്ടിലേക്ക് പോകാൻ പറ്റിയത് തന്നെ ചന്തുമോളുടെ ഭാഗ്യം തന്നെ. എത്ര സ്നേഹത്തോടെ അവർ രണ്ടുപേരും കാണുന്നതെന്ന് ചോദിക്കേ. അല്ലെങ്കിലും ആ നയന എന്ന് പറയുന്ന പെൺകുട്ടി നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാ, മിടുക്കിയാണ്. അതുകൊണ്ടല്ലേ ഇത് സ്വന്തം മോളെ പോലെ തന്നെ കരുതി കണ്ട് സ്നേഹിച്ചു പറയണെന്ന് ചോദിക്കുക. ഭാഗ്യം ചെയ്ത കുഞ്ഞാതെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനയ്ക്ക് നല്ല സങ്കടം വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അബിയാണ് അച്ഛൻ എന്നുള്ള കാര്യം ഇവർക്കൊന്നും അറിയത്തില്ലോ. ആദർശനാന്നോ കരുതിയിട്ട് ഇവരെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം കഷ്ടമുണ്ട് അവരുടെ കാര്യം. ചെയ്യാത്ത കുറ്റം തലയിൽ ചുമന്നോണ്ട് നടക്കുവാണല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തനിക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പറ്റില്ലോ എന്നൊരു ചിന്ത അനഘയുടെ മനസ്സിനെ ആ സമയം അലട്ടുന്നുണ്ടായിരുന്നു. ആ സമയം നവ്യ മുറിയിലിരുന്ന് തന്റെ പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വന്നു. അബി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നവ്യ പറഞ്ഞു, ദേ അബി ഇത് കണ്ടോ, ഇതൊക്കെ പഴയതാ, ഇതെല്ലാം ഒന്ന് മാറ്റി മേടിക്കണമെന്ന് പറയണം. അത് കേട്ടപ്പോ അബി പറഞ്ഞു, അതെ എനിക്കൊരു ജ്വല്ലറി മേൽനോട്ടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും തന്നിട്ടില്ല. അതിന്റെ മേൽനോട്ടം കിട്ടുമായിരുന്നെങ്കിൽ നിനക്ക് പിന്നെ ഇതൊക്കെ എല്ലാം മാറി മാറി മേടിച്ചു പുതിയ ഡിസൈനിങ്ങിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കായിരുന്നു എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, ഉറപ്പായിട്ടും കിട്ടും, പുതിയ ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഉറപ്പായിട്ടും കിട്ടില്ല എന്ന് ചോദിക്കാം. കിട്ടുന്ന തന്നെ പ്രതീക്ഷ. ആ പിന്നെ നീ ഇതൊന്ന് കാണ് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, വീഡിയോസും കാര്യങ്ങളും കാണിക്കണം. ഇതെന്താ, അല്ല ഇത് നിന്റെ അനുജത്തി പിന്നെ ആദർശാണ്ടും ചന്തമോളും കൂടെ ബീച്ചിൽ കൂടെ കിടന്ന് കറങ്ങുന്നതിന്റെ കുറച്ച് വീഡിയോസ് ഫോട്ടോസും ഒക്കെയാന്ന് പറയണം. കാണിച്ചെന്ന് പറഞ്ഞത് അത് കാണുവാണ്. അതെ അബി നീ ഇത് എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറയണേ. എന്തിന്, ഞാനത് അമ്മയെ ഒന്ന് കാണിക്കട്ടെ. വേണ്ട വേണ്ട, ഇനിയിപ്പൊ അത് കാണിച്ച് ഇനി പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാം. എന്താ അബി ഇത്, അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, നമ്മുടെ മോനെയും കൊണ്ട് ഇതിലായിട്ട് ഇതുപോലൊരു ടൂറും കാര്യങ്ങളൊന്നും പോയിട്ടില്ലോ. കണ്ടോ ഇവര് കണ്ടോ ചന്തമോളെയും കൊണ്ട് പോകുന്ന കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അബി പറഞ്ഞു, അതിന് അനന്തപത്മനാഭന് ടൂർ പോകേണ്ട സമയമായോ, അവൻ കുഞ്ഞതല്ലേ, അവൻ എന്തറിയാം, പിന്നെ എന്തിനാ അവനെയും കൊണ്ട് നമ്മൾ പോണേന്ന് ചോദിക്കണം. അവനതിനുള്ള പ്രായമായി കഴിയുമ്പോ അവനെ കൊണ്ടുപോയ പോരെന്ന് ചോദിക്കുക. നബി പറഞ്ഞു, എന്നാലും അവള് പോകുന്നുണ്ടല്ലോ, അവള് പോകുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല അബി, എനിക്ക് പോകാൻ തോന്നുന്നുണ്ട്. ഞാൻ ഈ വീട്ടിൽ തന്നെ കയറി കുത്തിയിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ ഹബി പറഞ്ഞു, നിന്റെ അനുജത്തി ഉണ്ടല്ലോ, അവൾ എന്ത് പരിപാടിയെ കാണിക്കുന്നറിയാവോ. ശരിക്കും പറഞ്ഞാൽ ആദർശെണ്ണം വളം വെച്ച് കൊടുക്കും അവള് ചെയ്തുകൊണ്ടിരിക്കുന്നേ. നീ ഒന്ന് പറഞ്ഞ് തിരുത്താൻ നോക്ക് എന്നൊക്കെ പറയാണ്. നബി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ, ഒരിക്കലും ഇല്ലാന്ന് പറയണം. അബി നീ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേ, ഞാനിത് അമ്മയുടെ ഫോണിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കട്ടെ, അമ്മയും അച്ഛനും അറിയട്ടെ. അച്ഛന്റെ അമ്മയുടെയും വിഷമവും വേദനയും പോലും അവൾ അറിയുന്നില്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് എത്രമാത്രം വേദനയുണ്ടെന്ന് അറിയാവോ. അവൾക്ക് ഇത്രയെങ്കിലും അവരുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ ആദർശന്റെ കുഞ്ഞിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നബിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ്. പിന്നീട് അബിയ ഫോട്ടോസും വീഡിയോസും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. അബിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം നവ്യ എന്ത് ചെയ്യണം, അപ്പൊ തന്നെ അത് കനകയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. കുറെ സമയം കഴിഞ്ഞപ്പോ ദേവേനി കനകയുടെ ഗോവിന്ദന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും കനക ഗോവിന്ദനോട് പറഞ്ഞു, ദേ നയനമോളുടെ അമ്മായിമ്മ വരുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ദേവേനി വന്നു കഴിഞ്ഞപ്പോ കനക അങ്ങ് എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക ദേവേനി, ഈ വീഡിയോസ് ഫോട്ടോസ് ഒന്ന് കാണാൻ പറയണേ. ഇതെന്താ കാണാൻ പറയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ചന്തുമോള് ബീച്ചില് ആദർശൻ നയനോടൊപ്പം സന്തോഷിക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെയാ. ഇത് കണ്ടപ്പോ ദേവേനിക്ക് സന്തോഷമായി. കനക ചോദിച്ചു, ഇതെന്ത് ഭാവിച്ച ആദർശ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശ് നയനെ കുപ്പിയിലാക്കിയെന്ന് എനിക്ക് തോന്നേ. പാവം എന്റെ മോള് ആദർശിന്റെ കപടതയൊന്നും മനസ്സിലാക്കാതെ അല്ലേ അവൾ ഇപ്പോഴും അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ദേവേനെ ചോദിച്ചു, ആദർശന് എന്ത് കപടതയുണ്ടെന്നാ കമല പറയണെന്ന് ചോദിക്കുക. അല്ല വല്ലവന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കേണ്ട ഗതികേടല്ലേ എന്റെ മോൾക്ക് വന്നിരിക്കുന്നേ. എന്നിട്ട് കണ്ടില്ലേ അവൾ എത്ര സന്തോഷത്തോടു കൂട്ടാന്ന്. മിക്കവാറും ആ കുടുംബത്തിന്റെ ഭദ്രത നശിക്കാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവൾ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത്. ഒരിക്കലും അവള് സ്വന്തം മനസ്സോടെ ആയിരിക്കില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, ദേ
കനകെ മുമ്പത്തെക്കാളും കൂടുതൽ സന്തോഷമായിട്ടാ ഇപ്പൊ അവൾ ആദർശിനോടൊപ്പം ജീവിക്കുന്നേ. അത് നിങ്ങൾക്കും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. കാരണം ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ. ഈ പറയുന്ന ആദർശിന്റെ മുത്തശ്ശന് ആദർശ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചു ഉറപ്പിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. അതുപോലെ തന്നെ നയനമോൾ ആദർശ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കും. അത് മാത്രമല്ല, നയനമോൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അവള് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തില്ലല്ലോ, അതിന് തക്കതായ കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഗോവിന്ദൻ പറഞ്ഞു, എന്തൊക്കെ കാരണം ഉണ്ടെന്ന് പറഞ്ഞാലും ആദർശിന്റെ കുഞ്ഞല്ലേ ചന്തു, അതല്ലാതെ ആവുന്നില്ലോ എന്ന് പറയണ. കനക പറഞ്ഞു, അത് ശരി തന്നെയാ. ഒന്ന് അർത്ഥം വയ്ക്കുക ദേവേനി, ആദർശിന്റെ കുഞ്ഞല്ലേ അവള്, അല്ലെങ്കിൽ അല്ലാന്ന് പറ, ആണെങ്കിൽ ആണെന്ന് പറയണ. ഇത് കേട്ടപ്പോ ദേവേനി ഒന്നു കുഴങ്ങി. ദേവേനിക്ക് എന്തു മറുപടി പറയാൻ നടത്തില്ല. സത്യം വേണേ പറയാം, പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ മനസ്സ് വേദനിക്കും. പിന്നെ ഇവരുടെ ടെൻഷൻ മുഴുവൻ നവ്യനെ ഓർത്തിട്ടായിരിക്കും. നവ്യയുടെ ജീവിതം തകർന്നിട്ട് അങ്ങനെ ഓർത്തിട്ടായിരിക്കും. പക്ഷെ അത് പറയാൻ പാടില്ല. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും ഒരു പെറ്റമ്മയല്ലേ, എനിക്കും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ മനസ്സിലാവുന്ന ഒരാളാ. പക്ഷെ ചില സത്യങ്ങളൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞുകൂടാ. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുകൂടെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സത്യങ്ങളൊക്കെ അറിയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മോൻ ആദർശം ഒരിക്കലും നിങ്ങളുടെ മോളെ ചതിച്ചിട്ടില്ല. ഇത്ര എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. നിങ്ങള് അവരെ രണ്ടുപേരും വെറുക്കല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, ഞങ്ങൾ ദേവേനെ വിളിപ്പിച്ച് എന്തിനാണെന്നറിയാവോ? ഈ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നില്ലേ, ഇങ്ങനെയുള്ളതൊന്നും ഇനി എന്റെ മോളുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കലെന്ന് പറയണം നയനയോട്. കാരണം നവ്യ മോൾക്ക് നന്നായിട്ട് വിഷമമാവുന്നുണ്ട്. അതുകൊണ്ട് മാത്രം അത് പറയാൻ വേണ്ടിയാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറയാണ്. ദേവേനെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് നയന ഇപ്പോഴും അവനെ സ്നേഹിച്ച് കൂടെ കൊണ്ടുനടക്കണേ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, എന്തൊക്കെയോ പുകഞ്ഞു കത്തുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ കമലെ, അല്ല കനകെ, അല്ലെങ്കിൽ കണ്ടില്ലേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്തൊക്കെയോ ഇവര് പറയാതെ മറച്ചു വെക്കുന്നുണ്ട്. എന്താ ഏതാന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. അത് ശരിയാ ഗോവിന്ദേട്ടാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവര് പറഞ്ഞാലേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ദേവേനി വീട്ടിലേക്ക് എന്ന് കയറാനായിട്ട് തുടങ്ങുമ്പോഴത്തേനാണ് മറ്റൊരു കാറ് വന്നിരുന്നത്. അതിനകത്തുനിന്ന് ആദർശ് നയനയും കൂടെ ഇറങ്ങുവാണ്. അവരങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചന്തമോളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുവാണ് ദേവേനി. പിന്നെ വാരി എടുത്തിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? അടിപൊളിയായിരുന്നു മുത്തശ്ശി എന്ന് പറയാ. അപ്പോഴേക്കും നയന പറഞ്ഞു, ചന്തമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി കഴിഞ്ഞപ്പം. ആദർശ് പറഞ്ഞു, അത് പിന്നെ അവൾ എൻജോയ് ചെയ്യാതിരിക്കുവോ എന്നൊക്കെ പറയണ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കുക. ഇല്ലാന്ന് പറയണ. അല്ല അമ്മ ഇത് എവിടെ പോയതാ? ഞാനേ മോളുടെ വീട് വരുന്ന് പോയതായിരുന്നു പറയണ. വീട്ടിലോ? അതെന്തിനാ? വെറുതെ ഒന്ന് പോയതായിരുന്നു പറയണ. ആ സമയത്ത് ചന്തമോളെയും കൂട്ടി ആദർശ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും നയന ചോദിച്ചു, അച്ഛനും അമ്മയും എന്തേലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അറിയാലോ, അവര് വിളിപ്പിച്ച് മോള് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുത്തതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിപ്പിച്ചാന്ന് പറയാണ്. ഇനി അങ്ങനെയൊന്നും ചെയ്യലെന്ന് പറയാനായിട്ട്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കണ്ണില് ആദർശാണല്ലേ തെറ്റുകാരന്. തെറ്റ് ചെയ്തവൻ അഭിയാണ്. അവൻ എന്നിട്ടും ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആദർശാണ് തെറ്റ് ചെയ്തെന്ന് കരുതിയിട്ടാണ് അവർ ആദർശനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. ദേവേന പറഞ്ഞു, ശരിയാ മോളെ, ഒരു നിമിഷം എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നായിരുന്നു. പക്ഷെ ഞാനായിട്ട് അത് പറഞ്ഞില്ല. ഇനിയിപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ അച്ഛനും അമ്മയ്ക്കും അതായിരിക്കുമല്ലോ അടുത്ത സങ്കടം. പാവങ്ങള് നന്നായിട്ട് വിഷമിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, ഒരു കണക്കിന് നന്നായി അമ്മ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സഹിക്കില്ല. അച്ഛൻ അറ്റാക്ക് വന്നാ ഇനിയിപ്പോൾ അത് കുറയാനൊന്നും പോകുന്നില്ല, അത് കൂടാനാ അത് ഉപകരിക്കത്തുള്ളൂ എന്ന് പറയണം. പാവം അവരിപ്പം നവേച്ചിനെ അബീനെയൊക്കെ അത്ര വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അബിയുടെ ക്രൂരതയൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. നവേച്ചി നല്ല സന്തോഷത്തിലാന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇതെങ്ങാനും നവേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനു, അതേ മോളെ, പക്ഷെ നമുക്ക് എല്ലാ കാലത്തും ഈ സത്യമൊന്നും മറച്ചു വെക്കാനായിട്ട് പറ്റില്ല. സത്യങ്ങളൊക്കെ എപ്പോഴെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. അത് മൂടി വെക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലോ. നോക്കാം, അങ്ങനെ ഒരു സമയം വരുവാണ് നമുക്കെല്ലാം തുറന്നു പറയാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം മുത്തശ്ശനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ്റെ ഒരു ഫോൺ കോൾ വരുവാണ്. അങ്ങനെ മുത്തശ്ശൻ കോളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇരിക്കുമ്പോഴത്തേനാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബി ഇൻസേർട്ടൊക്കെ ചെയ്ത് ഭയങ്കര ടിപ്പ് ടോപ്പിലാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അനുഗ്രഹം മേടിക്കാൻ വന്ന മുത്തശ്ശന്റെ മുറിയിലേക്ക് അബി വന്നിട്ട് പറഞ്ഞു, ദേ രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയണം. പിന്നീട് മുത്തശ്ശന്റെ കാല് തൊട്ട് വന്ദിക്കുക. മുത്തശ്ശൻ എഴുന്നേറ്റ് വന്നു. അങ്ങനെ അനുഗ്രഹിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, നീ ഒരിക്കലും നന്നാവില്ലടാ, നീ
നന്നാവണമെങ്കിൽ നിന്റെ മനസ്സിലെ ക്രൂരതകളും ഇതെല്ലാം എടുത്ത് മാറ്റണം. നീ അത്ര ക്രൂരനായതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ. ശരിക്കും നിന്റെ സ്വന്തം മോളെ പോലും തള്ളിക്കളഞ്ഞിട്ട് നിൽക്കുന്നതല്ലേ നീ. നിനക്ക് ഒരിക്കലും നന്നാവാൻ പറ്റില്ലെന്നറിയാം. പക്ഷെ മുത്തശ്ശൻ അത് മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് മുത്തശ്ശിയുടെ കാലം തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതെ ഞങ്ങളുടെ അനുഗ്രഹം മാത്രം പോരാ, ആദർശന് അനുഗ്രഹത്തോടെ മേടിക്കണം എന്ന് പറയണം. ആദർശണ്ടയോ? എന്താ മുത്തശ്ശയെ പറയണേ? അയാളെപ്പോലൊരു വഞ്ചനും ചതിയനും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്ന അയാൾ കാരണമല്ലേ. അയാളെപ്പോലൊരാളുടെ കാല് തൊട്ട് ഞാൻ വന്ദിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും മുത്തശ്ശൻ എന്താ അത് മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, തെറ്റ് ശരിയൊന്നും നീ നോക്കണ്ട ആദർശിന്റെ. ആദർശം എങ്ങനെയുള്ളവനാണ്, നന്മയുള്ളവനാന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാ പറഞ്ഞ് ആദർശിന്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോകണമെന്ന്. ഞങ്ങളുടെ അനുഗ്രഹത്തെക്കാളും കൂടുതലായിട്ട് നിനക്ക് പ്രയോജനം കൊടുക്കുന്ന അവന്റെ അനുഗ്രഹമായിരിക്കും എന്ന് പറയണം. ഇപ്പൊ മുത്തശ്ശനും മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുഗ്രഹമൊന്നും മേടിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവയങ്ങ് തിരിഞ്ഞു നടക്കുവാണ്. ആ സമയം മുത്തശ്ശി പറഞ്ഞു, ഇവനൊക്കെ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നല്ലേന്ന് ചോദിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല വസുന്ധരെ, സ്വഭാവം അവന്റെ അങ്ങനെയായി പോയില്ലേ. ഇനിയിപ്പോ ആ കമ്പനി കുട്ടിച്ചോറാക്കുമെന്ന് ചോദിക്കുക. അതൊന്നും ഉണ്ടാകത്തില്ല. അതിനൊക്കെ ഞാനും ആദർശം വേണ്ടുന്ന ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവനിപ്പോ പറഞ്ഞിട്ട് പോയല്ലോ കമ്പനിക്ക് ഇനി വെച്ചിട്ട് കയറ്റുമായിരിക്കും. അവനിരുന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴതും മുടിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അവനെ ആ കമ്പനി അങ്ങനെ മുടിച്ചു കളയാനായിട്ട് ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആദർശം സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത്രയും പടുത്തു ഉയർത്തി കൊണ്ടുവന്ന കമ്പനിയാ. ഒരിക്കലും നശിച്ചു പോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശിക്ക് ശരിക്കും ഒരു സമാധാനമായത് തന്നെ. പിന്നീട് അബി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആദർശ് ഹാളിലെ ലാപ്ടോപ്പിൽ നോക്കി പോയി ജോലികളൊക്കെ ചെയ്യുവാണ്. അബിയുടെ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് അവനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.